സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നൊരു കുഞ്ഞു പരാതി ഉണ്ട് കേട്ടോ. വെൽക്കം ടു കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാന്റെ നാട്ടിലാണ് കേട്ടോ ഞാനുള്ളത്. മനോഹരമായ തടാകം കാണാൻ വേണ്ടി ഒരു കടും കാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ഇന്നത്തെ പരാതി എന്ന് പറഞ്ഞാൽ, ഞാൻ കുടുംബം നോക്കാതെ ഉത്തരവാദിത്വം ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയ പണവും സ്വന്തമായി വലിയ വീടൊക്കെ ഉണ്ടെങ്കിൽ ആർക്കാണ് സഞ്ചരിക്കാൻ പറ്റുമെന്ന് കുത്തുവാക്കുകളും വല്ല ജോലിക്കും പോയിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവരോടൊന്നും എനിക്കൊരു ദേഷ്യമില്ല. കാരണം ഇന്നും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ യാത്രകൾ ചെയ്യുന്നത്. സീറോയിൽ നിന്നാണ് ഈ ഒരു യാത്രകൾ തുടങ്ങിയത്. ഒരു കോടികൾ ഉണ്ടാക്കാനൊന്നും തുടങ്ങിയ ഒരു പേജോ ചാനലോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു നാടൻ യാത്ര, സാധാരണ ഒരു വാക്കുകൾ തുടങ്ങുന്നൊരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് സോഷ്യൽ മീഡിയ എൻ്റെ ജീവിതത്തിലൊക്കെ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ നിന്നും കോടികളൊന്നും എനിക്ക് കിട്ടുന്നില്ല. വലിയ പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല കേട്ടോ ഞാൻ. സന്തോഷം കൊണ്ട് ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നു. യാത്രാപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബവും നോക്കുന്നു, എൻ്റെ യാത്രകളും ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെയുള്ള സഞ്ചാരികൾ ഗൈഡിനെ വെച്ചൊക്കെ വരുന്നത് 50,000 40,000 രൂപ കൊടുത്തിട്ടാണ്. അതൊന്നും ഡെയിലി കൊടുത്ത് പോകാൻ പോലും ഇപ്പോഴും എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് കുറേ ഫോളോവേഴ്സിനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് വെച്ചൊരു ബിസിനസ് ഇപ്പോഴും ഞാൻ ചെയ്യാറില്ല. യാത്രാപരമായ കാര്യം, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പേജിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നിട്ടും കുറച്ച് ആൾക്കാർ എന്നെ എപ്പോഴും കുറ്റം പറയും കേട്ടോ. ഈ ഒരു യാത്രക്കിടയിൽ ഇത്രയും ഭാരമെടുത്ത് ഞാൻ നടക്കുന്നത്, അതിനിടയിലൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് കേട്ടോ. അതൊന്നും സാരല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യനാണ്, ജീവിക്കണ്ടേ. ഈ ഭൂമിയിൽ വന്നു പോയില്ലേ, ജീവിച്ചാലേ പറ്റൂ. 4 വർഷമായി ഇപ്പം ഞാൻ യാത്രകൾ ചെയ്യുന്ന കേട്ടോ. ഇതുവരെമായി മോശമായ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ പേജിലൂടെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. അപകടം പിടിച്ച യാത്രയാണ്, എനിക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെയുള്ള ഗവൺമെൻറ്റും പറയാറുണ്ട് ഒറ്റയ്ക്ക് പോകരുത്, എവിടെയും കരടികളും പുലികളൊക്കെയുള്ള നാടാണെന്ന്. ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു യാത്രയാണ് കേട്ടോ. എന്നിരുന്നാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. യാത്രകളോട് എല്ലാവർക്കും ചെയ്യണം യാത്രകൾ, എനിക്കും ചെയ്യണം. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ കാണാനുള്ള സ്ഥലങ്ങളല്ലേ. അതിനു വേണ്ടി തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഭാരമെടുത്ത് അപകടം പിടിച്ച പാതകളിലൂടെ ഞാൻ തനിച്ച് സഞ്ചരിക്കുന്നത്. അല്ലാതെ അഹങ്കാരം കൊണ്ടോ ഞാനൊരു വലിയ സഞ്ചാരി ആയതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. എന്തായാലും കസാക്കിസ്ഥാൻ്റെ എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോസൊക്കെ അപൂർവമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇടുന്നത്. ഡെയിലി കൊണ്ടുവരാനൊന്നും പറ്റാറില്ല. എന്നിരുന്നാലും കസാക്കിസ്ഥാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ നേപ്പാൾ യാത്ര ഇന്ത്യ യാത്ര പോലെ മനോഹരമാണ് കേട്ടോ. എന്തായാലും കാണാം. എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കൊടും കാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, പെർമിഷൻ എടുത്തുകൊണ്ട്.